ഈ ഡിസൈൻ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത്. ഒരു 4 മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ പർപ്പസേ മാറിപ്പോകും. പൊതുവെ കോവലേറ്റുകൾ കൊടുക്കാറുള്ളത് വെച്ചാൽ വീടിൻ്റെ ഒരു നല്ലൊരു ഭംഗിക്കും ഒരു പ്രീമിയം ലുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ കോവലേറ്റ് എവിടെയാണ് കൊടുക്കുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമോ അതിൻ്റെ പർപ്പസുകൾ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കാം. ഇതൊന്ന് ശരി ഒന്ന് തെറ്റൊന്നും അല്ല കേട്ടോ. ഇത് എവിടെ വെക്കുന്നതിനനുസരിച്ച് മാറ്റം വരും. കോവലേറ്റ് കണ്ടോ, ഈ സൈഡിലാണ് നിങ്ങൾ ആ എന്താ പറയുക LED സ്ട്രിപ്പ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെളിച്ചം ഇതാക്കണം, ഒരുപാട് ഏരിയയിലോട്ട് കവറാവും. നേരെ മറിച്ച് ഈ സൈഡിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വാളിലൊക്കെ ആണെങ്കിൽ വെക്കുന്നതെങ്കിൽ അത് പറഞ്ഞമാർക്ക് കുറഞ്ഞ ഏരിയയിലോട്ട് സ്പ്രെഡ് ആവുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സൈഡിൽ കാണുന്നത്, കണ്ടില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ കോവ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ ഓരോ ഏരിയയിലോട്ടും നമുക്ക് ആ ഏരിയയിൽ എങ്ങനെയാണ് ലൈറ്റ്, ചില ഏരിയകളിൽ ചിലപ്പോൾ നല്ല വെളിച്ചം വേണ്ട ഏരിയകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കുറഞ്ഞ വെളിച്ചം വേണ്ടി ചിലപ്പോൾ ആംബിയൻസ് വേണ്ട ഏരിയകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രിപ്പുകൾ എവിടെയാണ് അത് കോവിൻ്റെ ഉള്ളിൽ ഒട്ടിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഒറ്റ രീതിയിലാണ് ഇവിടെ സ്ട്രിപ്പ് ഒട്ടിക്കുന്നത്. ആ ഇലക്ട്രീഷ്യൻ ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഏരിയയിലും ആ സ്ട്രിപ്പ് ഒട്ടിച്ചു പോകും. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും ഒരേപോലെ ലൈറ്റിങ്ങാണ് വരാറുള്ളത്. നല്ലൊരു ആംബിയൻസ് വേണ്ട സ്ഥലത്ത് ചിലപ്പോൾ അത്ര എന്താ പറയുക വെളിച്ചം പുറത്തോട്ട് വരാത്ത കോലത്തിലായിരിക്കും ചെയ്യേണ്ടത്. അതിൻ്റെ ലൈറ്റ് സെലക്ട് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ വൈറ്റ് ഉണ്ട്, അങ്ങനെ പല ഇതുകളുണ്ട്. അപ്പോൾ ആ ഏരിയയിലോട്ട് ഏത് എന്താ പറയുക കളറാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടും കൂടിയാണ് സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ലൈറ്റ് തന്നെ LED വരുന്നുണ്ട്. 60 LED വരുന്നത്, 240 220 LED വരെ വരുന്ന ഇതുകളുണ്ട്, LED സ്ട്രിപ്പുകളുണ്ട്. അപ്പം ആ ഏരിയയിലോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 60 മതിയാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം വെളിച്ചം കാര്യങ്ങളൊന്നും വേണ്ടില്ല. പക്ഷേ ഈ പറഞ്ഞമാർക്ക് നല്ല വെളിച്ചം പറഞ്ഞാൽ നമുക്കൊരു 120 LED പോകേണ്ടി വരും. അപ്പോൾ ഏത് ലൈറ്റ് വേണം, എങ്ങനെ പ്ലേസ് ചെയ്യണം, അതേപോലെ തന്നെ ഏത് കളർ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ കാര്യം ഒന്ന് നിങ്ങൾ അടുത്ത കോവ് ലൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഏരിയ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടി ഇതിൽ ഭംഗിയിൽ എങ്ങനെ വരണം, നിങ്ങൾ ഏത് മോഡാണ് ഒക്കെ അനുസരിച്ച് വേണം നമ്മുടെ കോവ് ലൈറ്റ് കൂടി ഡിസൈൻ ചെയ്യാൻ. ഞങ്ങൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഞാൻ കൺസൾട്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.